ഹലോ. അപ്പോൾ ഇപ്പോൾ രാത്രി 12 മണിയായിട്ടുണ്ട്. ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്ന് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു റൂമിൽ. വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഇനി വയറിൽ ശരിക്കും പറഞ്ഞാൽ സ്ഥലമില്ല ഫുഡ് കഴിക്കാൻ. എങ്കിലും രാത്രിയായപ്പോൾ ക്രേവിങ്സ് വന്നു ഒരു സ്വീറ്റ്സ് കഴിക്കാനായിട്ട്. അങ്ങനെ നേരെ വണ്ടിയും പിടിച്ച് നമ്മൾ മത്തർക്കദീം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഐസ്ക്രീം ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കയറി എന്തെങ്കിലും ഐസ്ക്രീം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഖത്തറിലെ ഒരുപാട് ഫുഡ് സ്പോട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഫുഡ് ആണെങ്കിലും ഇപ്പം നോർത്ത് ഇന്ത്യൻ ആണോ സൗത്ത് ഇന്ത്യൻ ആണോ എല്ലാ ഫുഡും ഉണ്ട്. പിന്നെ എല്ലാ തരം കുസീൻസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ആവേശമാണ് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 2 കിലോ ഓൾറെഡി കൂടിയിട്ടുണ്ട്. ഇനി കൂട്ടിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ സ്വീറ്റ് ക്രേവിങ്സ് ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഐസ്ക്രീം കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ നല്ല ആളും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ 12 മണിയാണ് സമയമെങ്കിൽ പോലും നല്ല വൈബായിട്ട് ഇരിപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ബാസ്കിൻ റോബിൻസ് ഉണ്ട്. ഇവിടെയല്ല നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഓൾഡ് മുംബൈ ഐസ്ക്രീം ഇവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ പോയാലോ? സോ നമ്മളിവിടെയാണ് വന്നിരിക്കുന്നത്, ഓൾഡ് മുംബൈ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ഐസ്ക്രീംസ് ഉണ്ടാവും. അപ്പോൾ നോക്കാം, എന്തായാലും ഉണ്ടാവും. ഈ ഐസ്ക്രീം മേടിച്ച കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ ഷോർട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാവൽപ്പഴത്തിൻ്റെ ഷോർട്സ് ആണ് കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷെ ഭയങ്കര പുളിയായിരുന്നു കേട്ടോ അത്. ഈ ഐസ്ക്രീംസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 100% നാച്ചുറലാണെന്ന് കേട്ടോ ഇവർ പറയുന്നത്. അതായത് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ മിൽക്കും ഫ്രൂട്ട്സും മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള ഐസ്ക്രീം ആട്ടോ. അതിൻ്റെ ശരിക്കൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന്. അത് മാത്രമല്ല നമ്മളിവിടെ കേട്ടിട്ടില്ലാത്ത കുറേ ഫ്ലേവേഴ്സാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. കുറേ ഇന്ത്യൻ ഫ്ലേവേഴ്സും നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറേ ടൈപ്പ് ഓഫ് ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഐസ്ക്രീം ആയിരുന്നു. റിയൽ ഫ്രൂട്ട്സിൻ്റെ ഐസ്ക്രീം ആയിരുന്നു. എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുന്നുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ നാളെ തൊണ്ടയ്ക്ക് പണിയിട്ടോ എന്ന് മാത്രമേ ഒരു സംശയമുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.